ഇനി CPM-നെ MA ബേബി നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. EMS ശേഷം മലയാളിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ളൊരു പാർട്ടി ജനറൽ സെക്രട്ടറി ഉണ്ടാവുകയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുവരെയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിനെയും മാത്രം താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടുപേരും ഒരേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരേ ആശയത്തിന്മേലാണെങ്കിൽ പോലും പല കാര്യത്തിലും സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ ഒപ്പം തന്നെ പല ഇടതു നയങ്ങളിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കോൺഗ്രസുമായി സഖ്യം ചേരുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. MA ബേബി ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ, ആ പദവിയിലേക്ക് എത്തുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരത്തിലുള്ള ആശയങ്ങൾ സ്വീകരിച്ചു പോരുക, മറ്റ് സഖ്യങ്ങളിലേക്ക് പോവുക? എങ്ങനെയാണ് MA ബേബിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അക്ഷയ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാഷ്ട്രീയ സമീപനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത ഘടകങ്ങൾക്കുണ്ടാവുക CPM-ൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ജനറൽ സെക്രട്ടറിയുടെ നിലപാട് തന്നെ വിജയിക്കണം എന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1996-ൽ ജ്യോതി ബസു പ്രധാനമന്ത്രിയാവുന്ന കാര്യത്തിൽ അനുകൂല നിലപാടായിരുന്നു അന്നത്തെ CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക്. അന്ന് സീതാറാം യെച്ചൂരിയും അതേ നിലപാടുകാരാണ്. ഹർകിഷൻ സിംഗ് സുർജിത്തും സീതാറാം യെച്ചൂരിയും ഒക്കെ ഭരണത്തിൽ ഭാഗഭാക്കാകണമെന്ന നിലപാടെടുത്തപ്പോൾ പ്രകാശ് കാരാട്ടും കേരള ഘടകവും ഒക്കെ വേറൊരു നിലപാടാണ് എടുത്തത്. ജനറൽ സെക്രട്ടറിയുടെ നിലപാടല്ല അന്ന് നടപ്പായത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ ഇപ്പോൾ ഈ കോൺഗ്രസ് സഹകരണം സംബന്ധിച്ച്, അല്ലെങ്കിൽ ദേശീയ ബൂർഷ്വാസിയെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അവരെ ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ പ്രകാശ് കാരാട്ടിൻ്റെയും യെച്ചൂരിയുടെയും ലൈനുകൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും കരട് രാഷ്ട്രീയ പ്രമേയങ്ങളിലൊക്കെ ദീർഘമായ ചർച്ചകൾക്കും അത് കാരണമായിട്ടുണ്ട്. എന്തായാലും പുതിയ ഒരു സെക്രട്ടറി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അശോക് ദാവളെ ആയിരുന്നു ബംഗാൾ ഘടകത്തിൻ്റെ ചോയ്സ് എന്നുള്ളതാണ്. പക്ഷേ അവരത് പ്രസ് ചെയ്തില്ല. ഇന്ന് പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ബംഗാൾ ഘടകം അത് പ്രസ് ചെയ്തില്ല എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും അശോക് ദാവളെ സെക്രട്ടറിയായി വരട്ടെ എന്നൊരു താല്പര്യം ബംഗാൾ ഘടകത്തിന് ഉണ്ടായിരുന്നു. മുഹമ്മദ് സലീം നേരത്തെ തന്നെ ഞാൻ പദവിയിലേക്കില്ല എന്ന് അറിയിച്ച ഒരു വേളയിൽ ബംഗാൾ ഘടകം അശോക് ദാവളെ സെക്രട്ടറി ആവട്ടെന്ന് നിലപാടെടുത്തിരുന്നു. പക്ഷേ കേരളം, തമിഴ്നാട് അടക്കമുള്ള ഘടകങ്ങൾ ഏറ്റവും സീനിയറായ, അതായത് പുതിയ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ, പിണറായി വിജയൻ എക്സെപ്ഷനാണ്, പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ ഈ ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പാരമ്പര്യം എടുത്താൽ ഏറ്റവും സീനിയർ MA ബേബിയാണ്. അദ്ദേഹം 2012-ൽ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയ നേതാവാണ്. അദ്ദേഹം 1989-ൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും സീനിയോറിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ദേശീയ തലത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹം SFI-യെയും DYFI-യെയും രണ്ട് സംഘടനകളെയും അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നയിച്ചിട്ടുണ്ട്. അദ്ദേഹം 12 കൊല്ലം 1986 മുതൽ 1998 വരെ ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നിട്ടുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായും സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗമായും രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യം MA ബേബിയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ദേശീയ തലത്തിലെ വിഷയങ്ങളിൽ തീർച്ചയായും മൂർച്ചയുമുള്ള നിലപാടുകൾ എടുക്കാൻ പ്രാപ്തനായ നേതാവാണ് MA ബേബി. അതുകൊണ്ട് അദ്ദേഹം ഒരു ഒബ്വിയസ് ചോയ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന വിധത്തിൽ അദ്ദേഹം ആ തരത്തിൽ ഉള്ള ഒരു ചോയ്സ് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള നയസമീപനങ്ങളിൽ ഉള്ള തീരുമാനത്തിൽ തീർച്ചയായിട്ടും MA ബേബിയുടെ ഒരു ടച്ച് സ്വാഭാവികമായും ഉണ്ടാവും. പക്ഷേ അതൊരു ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയിലേക്ക് നയിക്കുമെന്നൊന്നും നമുക്ക് ഇപ്പോൾ വിചാരിക്കാനും തരമില്ല.